ബംഗളൂരുവിലെ മടിവാളയിൽ കോട്ടയം സ്വദേശിനിയായ കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹൈനസാണ് പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയത്. മടിവാള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ലെന്ന ആരോപണം ഉയരുന്നതിനിടെ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയതിൽ ഹൈനസ് മാപ്പു പറയുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ബംഗളൂരുവിലെ കോളേജിൽ ബിരുദപഠനം നടത്തുകയായിരുന്ന പെൺകുട്ടി പഠനത്തോടൊപ്പം മടിവാളയിലെ മാരുതി നഗറിലുള്ള ഒരു മോമോസ് കടയിൽ പാർട്ട് ടൈം ജോലി ചെയ്തുവരികയായിരുന്നു. മെയ് 11-ന് കടയുടമകളായ അതുൽ ഘോഷും അമൽ ഘോഷും ചേർന്ന് താമസസ്ഥലത്ത് ഒരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് പരാതിക്കാധാരമായ കുറ്റകൃത്യം നടന്നത്. മൊമോസ് കട വിൽക്കാനുള്ള ചർച്ചയ്ക്കായി ഇടനിലക്കാരനായി ഹൈനസും പാർട്ടിയിലെത്തിയിരുന്നു. ഹൈനസിനൊപ്പം ഷെഫീഖ് എന്നയാളുമുണ്ടായിരുന്നു. പാർട്ടിക്കിടെ എല്ലാവരും ചേർന്ന് മദ്യപിച്ചെന്നും തുടർന്ന് ഭക്ഷണം വാങ്ങാനായി താനും ഹൈനസും പുറത്തുപോയപ്പോഴാണ് ഇയാൾ ആദ്യമായി ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചതെന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. ഒരു കെട്ടിടത്തിന്റെ പടിക്കെട്ടിലൂടെ മുകളിലേക്ക് പോകുന്നതിനിടെയാണ് ഇയാൾ ബലമായി കടന്നുപിടിക്കുകയും ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതെന്നാണ് ആരോപണം. അവിടെ നിന്ന് രക്ഷപ്പെട്ട ശേഷം സംഭവം കടയുടമയായ അമൽ ഘോഷിനെ അറിയിച്ചതായും പെൺകുട്ടി പറയുന്നു. പിന്നീട് നല്ല സുഖമില്ലാത്തതിനാൽ പെൺകുട്ടി മുറിയിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു. മറ്റുള്ളവർ പുറത്തുപോയ സമയത്താണ് ഹൈനസ് വീണ്ടും മുറിക്കുള്ളിൽ കയറി ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് പെൺകുട്ടിയുടെ പരാതി. ഇതിനിടയിൽ മുറിയിലേക്ക് വന്ന അമൽ ഘോഷും ഷഫീഖും ചേർന്നാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത്. പീഡനശ്രമത്തിനിടെ ഹൈനസ് മദ്യക്കുപ്പി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും പെൺകുട്ടിയുടെ പരാതിയിലുണ്ട്. സംഭവത്തിനു പിന്നാലെ മടിവാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയപ്പോൾ പോലും പ്രതിയും സുരേഷ് എന്നയാളും സ്റ്റേഷന്റെ പുറത്തുവച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. We had a farewell party in our friend's room. That time a person called Hainas came. I don't know him personally, but I know him. I have seen him. At the middle of the night, my friends went to take food for me. That time Hainas and I were alone in that room. That time Hainas raped me brutally, forcefully. And after that we went to the same day only we went to complained about Hainas to Madiwala police station. That time Madiwala police station didn't take my FIR or didn't take my complaint letter. ഇതിന് പിന്നാലെ മെയ് 15-ന് സുരേഷ് 9 പേരുമായി എത്തി പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെ ആക്രമിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. പോലീസ് കേസെടുക്കാതിരുന്നത് വലിയ വാർത്തയായതോടെ കർണാടക പോലീസിന് വലിയ നാണക്കേടുണ്ടായിട്ടുണ്ട്. കേസെടുക്കുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ബംഗളൂരു പോലീസ് കമ്മീഷണർ ബന്ധപ്പെട്ട ഡിസിപിയെ നേരിട്ട് വിളിപ്പിച്ചുവെന്നാണ് വിവരം. പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിൽ വിശദീകരണം തേടിയതായും പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ പോലീസിന്റെ നടപടിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിയായ ഹൈനസ് ഒളിവിലാണെന്നാണ് വിവരം. ഇയാൾ കേരളത്തിലേക്ക് കടന്നിരിക്കാമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്.